കാരശ്ശേരി പഞ്ചായത്തിലെ തേക്കുംകുറ്റി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും അനാസ്ഥ കാരണം ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നുവെന്നാരോപിച്ച പഞ്ചായത്തിലെ LDF മെമ്പർമാർ തേക്കുംകുറ്റി കുടുംബാരോഗ്യ കേന്ദ്രം സന്ദർശിച്ചു. ആശുപത്രിയിൽ എത്തിയ മെമ്പർമാർ മെഡിക്കൽ ഓഫീസറെ കണ്ട് തങ്ങളുടെ പ്രതിഷേധവും അറിയിച്ചു. കാരശ്ശേരി പഞ്ചായത്തിലെ തേക്കുംകുറ്റി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും അനാസ്ഥ കാരണം ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നു എന്ന് ആരോപിച്ചാണ് ഗ്രാമപഞ്ചായത്തിലെ ഇടത് ജനപ്രതിനിധികൾ തേക്കുംകുറ്റി കുടുംബാരോഗ്യ കേന്ദ്രം സന്ദർശിച്ചത്. നിത്യേന 300ഓളം ആളുകൾ OPയിൽ എത്തിയിരുന്ന ആശുപത്രിയിൽ ഇപ്പോൾ വെറും 50 പേർ മാത്രമാണ് എത്തുന്നത്. നേരത്തെ പഞ്ചായത്ത് നിയമിച്ച ഒരു ഡോക്ടർ ഉൾപ്പെടെ 3 ഡോക്ടർമാരായിരുന്നു ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഡോക്ടർ പിരിഞ്ഞുപോയതോടെ ആശുപത്രിയിൽ ഉച്ചയ്ക്ക് ശേഷം OP നടക്കുന്നില്ല. ഇതോടെ ആദിവാസികൾ ഉൾപ്പെടെയുള്ള നിരവധി രോഗികളാണ് പ്രയാസപ്പെടുന്നത്. മാസങ്ങൾക്ക് മുമ്പ് തന്നെ പഞ്ചായത്ത് നിയമിച്ച ഡോക്ടർ പോകുമെന്ന് മെഡിക്കൽ ഓഫീസർക്കും പഞ്ചായത്ത് അധികൃതർക്കും വിവരം ലഭിച്ചിട്ടും ഡോക്ടറെ നിയമിച്ചില്ല എന്നും നിലവിലുള്ള 2 ഡോക്ടർമാർ യോജിപ്പില്ലാത്തതുകൊണ്ട് ആശുപത്രിയിൽ എന്നും പ്രശ്നമാണെന്നും ഇത് ഇവിടെയുള്ള രോഗികൾക്കേറെ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ടെന്നും LDF മെമ്പർമാർ പറഞ്ഞു. മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഇക്കാലത്ത് ആശുപത്രിയിലെ ലാബിൽ നടത്തുന്ന പരിശോധനയിൽ തെറ്റായ വിവരമാണ് ലഭിക്കുന്നത്. ലാബിലെ ജീവനക്കാരെ നിയമിക്കുന്നത് പഞ്ചായത്ത് ഭരണസമിതിയാണ്. യോഗ്യതയുള്ള നിരവധി പേർ ഉണ്ടായിട്ടും അവരെ നിയമിക്കാതെ ഭരണസമിതിക്ക് താല്പര്യമുള്ളവരെയാണ് ലാബിലെ ജീവനക്കാരെ പഞ്ചായത്ത് ഭരണസമിതി നിയമിച്ചതെന്നും ഇടതു മെമ്പർമാർ ആരോപിച്ചു. കൃത്യമായി രോഗികൾ വരുന്നില്ല, അവർക്ക് മരുന്ന് കൃത്യമായി കിട്ടുന്നില്ല, ഇങ്ങനത്തെ ആക്ഷേപങ്ങളുണ്ട്. അത് ഒരു വസ്തുത ശരിയാണെന്ന് ഞങ്ങൾക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഇവിടെയുള്ള ലാബിനകത്ത് മറ്റേ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ടെസ്റ്റിനകത്ത് വലിയ വ്യത്യാസങ്ങളാണ് കാണുന്നത്. മഞ്ഞപ്പിത്തം പരിശോധിക്കാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് മഞ്ഞപ്പിത്തം ഉള്ള ആളുകൾ പരിശോധിക്കും മഞ്ഞപ്പിത്തം ഇല്ല എന്നുള്ളതും, മഞ്ഞപ്പിത്തം ഇല്ലാത്ത ആളുകൾ അത് പരിശോധന നടത്തി കഴിയുമ്പോൾ മഞ്ഞപ്പിത്തം ഉണ്ടോ എന്നുള്ള സർട്ടിഫിക്കറ്റാണ് കൊടുക്കുന്നത്. ലാബ് റിപ്പോർട്ട് അങ്ങനെയാണ് വരുന്നത്. അത് ഇവിടെ റിപ്പോർട്ട് ചെയ്തതാണ് ഇങ്ങനൊരു വിഷയം ഉണ്ട് എന്നുള്ളത്. അത് പരിഹരിക്കാൻ ഇതുവരെ ഇതിന് ഡോക്ടർ തയ്യാറായിട്ടില്ല. അത് പരിഹരിക്കാൻ സംവിധാനം വന്നില്ല. ആശുപത്രിയിലെ പാർക്കിംഗ് ഏരിയയിൽ ഡോക്ടർമാർ വാഹനം പാർക്ക് ചെയ്യുന്ന ഭാഗത്ത് രോഗികൾക്ക് അപകടകരമായ രൂപത്തിൽ കയർ കുറുകെ കെട്ടി മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇതും സ്ഥാപിത താൽപര്യത്തിന്റെ ഭാഗമാണ്. പുറത്തുനിന്നും ആളുകൾ മരുന്നിന്റെ കുറിപ്പുമായി വന്ന് മരുന്ന് വാങ്ങി അവരുടെ പേരിൽ വിതരണം ചെയ്യുന്നുണ്ടെന്നും ജനപ്രതിനിധികൾ ആരോപിച്ചു. അവിടെ ഒരു പാർക്കിംഗ് അവിടെ എന്താ പ്രശ്നം, അവിടെ പാർക്കിംഗ് ഡോക്ടർ തന്നെ യഥാർത്ഥത്തിൽ ബോർഡ് വെച്ചാൽ മതി. പക്ഷേ ഡോക്ടർ അവിടെ എന്താ ചെയ്യുന്നത്, ഡോക്ടറുടെ കാർ കൊണ്ടുവന്ന് വിലങ്ങ് വെക്കുകയാണ്. മറ്റാളുകൾക്ക് ആർക്കും അങ്ങോട്ട് കയറാത്ത രൂപത്തിൽ ഡോക്ടർ അത് വിലങ്ങനായിട്ട് പോവുകയാണ്. അതോട് മാത്രമല്ല അവിടെ പ്ലാസ്റ്റിക് കയർ വലിച്ചു കെട്ടിയിട്ടാണ് അവിടെ വരുന്ന ആളുകൾക്ക് വലിയ രൂപത്തിൽ അപകടം സൃഷ്ടിക്കുന്ന രൂപത്തിലാണ് ഡോക്ടർ അവിടെ പ്ലാസ്റ്റിക് കയർ കൊണ്ട് പാർക്കിംഗ് സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ട് കെട്ടി പാർക്കിംഗ് ബോർഡ് വെച്ചിരിക്കുകയാണ്. ആശുപത്രി സന്ദർശിച്ച ഇടത് പഞ്ചായത്ത് അംഗങ്ങൾ മെഡിക്കൽ ഓഫീസറെ നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചു. LDF മെമ്പർമാരായ KP ഷാജി, K ശിവദാസൻ, MR സുകുമാരൻ, KK നൌഷാദ്, EP അജിത്ത്, ശ്രുതി കമ്പളത്ത് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, മുക്കം.